വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇനി വരുന്ന പരീക്ഷകൾക്ക് അസിസ്റ്റൻറ്റ് സെയിൽസ്മാനും അതുപോലെ തന്നെ അറ്റൻഡർ എക്സാമുകളൊക്കെ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു എക്സാമിനൊക്കെ നമുക്ക് ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന പി എസ് സി ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. നമ്മുടെ കഴിഞ്ഞ ക്ലാസ് കണ്ടവർക്കറിയാം, കഴിഞ്ഞ ഒരു ക്ലാസ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ക്ലാസ്സിൽ നമ്മൾ എടുത്ത ക്വസ്റ്റ്യൻസൊക്കെ ഈ അടുത്ത് നടന്ന എക്സാമുകളിലൊക്കെ ചോദിച്ച ചോദ്യങ്ങളാണല്ലേ. അപ്പോൾ എല്ലാ എക്സാമുകളിലും പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണതൊക്കെ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ക്ലാസ്സുകൾ ആദ്യമായിട്ട് കാണുന്ന പിള്ളേരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നമുക്ക് നമ്മുടെ ചാനലിൽ SCRT ക്ലാസ്സുകളും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് ആയിട്ടും ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ക്ലാസ്സുകൾ ചെക്ക് ചെയ്യുക. നമുക്ക് ക്ലാസ്സിലേക്ക് പോയാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിഗണിക്കുക. ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ആശയങ്ങൾ വിശദീകരിക്കുന്ന പുസ്തകമാണ് ഹിന്ദു സ്വരാജ്. ശരിയാണോ? ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ആശയങ്ങൾ വിശദീകരിക്കുന്ന പുസ്തകമാണ് ഹിന്ദു സ്വരാജ്. ശരിയാണല്ലേ. നമുക്ക് ചോദിച്ചിരിക്കുന്നത് തെറ്റായ പ്രസ്താവനയാണ്. നെക്സ്റ്റ് എന്താണ്? ഗാന്ധിജി കോൺഗ്രസിൽ നിന്നും രാജിവെച്ച വർഷമാണ് 1936. എന്നാണ് ഗാന്ധിജി കോൺഗ്രസിൽ നിന്നും രാജിവെച്ചത്? 1934 ഗാന്ധിജി കോൺഗ്രസിൽ നിന്നും രാജിവെച്ചത്. അപ്പോൾ നമുക്ക് തെറ്റാന്ന് മനസ്സിലായി. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. തെറ്റാണല്ലേ. ഏതിനെയാണ് ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്? ക്ഷേത്രപ്രവേശന വിളംബരത്തെയല്ലേ. ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഗാന്ധിജി ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചു. അപ്പോൾ ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ആശയങ്ങൾ വിശദീകരിക്കുന്ന പുസ്തകം ഏതാണ്? ഹിന്ദു സ്വരാജ് ആണ്. ഗാന്ധിജി കോൺഗ്രസിൽ നിന്നും രാജിവെച്ചത് 1934. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ്. ഗാന്ധിജിയുടെ ആദ്യത്തെ പുസ്തകമാണ് ഹിന്ദു സ്വരാജ്. ഗാന്ധിജിയുടെ ആദ്യത്തെ പുസ്തകമാണ്. അത് എഴുതപ്പെട്ടത് 1909 ഹിന്ദു സ്വരാജ് എഴുതപ്പെട്ടത്. എന്നാണ് 1909 ഹിന്ദു സ്വരാജ് എഴുതപ്പെട്ടത്. ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ഗാന്ധിജിയാണ്. ഇന്ത്യയുടെ ആത്മാവ് എന്ന് പറയുന്നത് എവിടെയാണ്? ഗ്രാമങ്ങളിലാണ്. ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ഗാന്ധിജിയാണ്. ഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമി ആരാണ്? വിനോബ ഭാവെയാണ് ഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമി. അപ്പോൾ ഗാന്ധിജിയുടെ ആദ്യത്തെ പുസ്തകം എന്ന് പറയുന്നത് ഇതാണ്, ഹിന്ദു സ്വരാജ് ആണ്. അതിലാണ് സാമ്പത്തിക ആശയങ്ങളെ കുറിച്ച് പറയുന്നത്. 1909 ഇത് പുറത്തിറക്കിയത്. ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണെന്ന് പറയുന്നതും ഗാന്ധിജിയാണ്. അതുപോലെ തന്നെ ഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമിയാണ് വിനോബ ഭാവെ. പിന്നെന്താണ് നമ്മൾ പറഞ്ഞത്? ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചതിനെയാണ് ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ്. ഗാന്ധിജി കോൺഗ്രസിൽ നിന്നും രാജിവെച്ചത് 1934. നെക്സ്റ്റ്, ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിഗണിക്കുക. ദേശീയ അടിയന്തരാവസ്ഥ കാലത്ത് ആർട്ടിക്കിൾ 20, 21 എന്നിവ റദ്ദ് ചെയ്യാൻ കഴിയില്ല എന്ന് വ്യവസ്ഥ ചെയ്ത ഭരണഘടനാ ഭേദഗതിയാണ് 42ാം ഭേദഗതി. നമുക്ക് ചോദിച്ചിരിക്കുന്നത് ശരിയായ പ്രസ്താവന കണ്ടെത്തുന്നതിനായിട്ടാണ്. അപ്പോൾ ദേശീയ അടിയന്തരാവസ്ഥ കാലത്ത് ആർട്ടിക്കിൾ 20, 21 റദ്ദ് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ ഭേദഗതി ഇതാണ്, 44ാം ഭേദഗതിയാണ് അല്ലേ. 44ാം ഭേദഗതിയിലാണ് ദേശീയ അടിയന്തരാവസ്ഥ കാലത്ത് ആർട്ടിക്കിൾ 20, 21 എന്നിവ റദ്ദ് ചെയ്യാനായിട്ട് കഴിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ്, ഇന്ത്യയിൽ ഒരു ഭാഗത്ത് മാത്രമായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുവാനുള്ള അധികാരം രാഷ്ട്രപതിക്ക് നൽകിയ ഭരണഘടനാ ഭേദഗതിയാണ് 42ാം ഭേദഗതി എന്ന് പറയുന്നത്. ശരിയാണോ? ശരിയാണല്ലേ. ഇന്ത്യയിൽ ഒരു ഭാഗത്ത് മാത്രമായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുവാനുള്ള അധികാരം രാഷ്ട്രപതിക്ക് നൽകിയ ഭേദഗതി ഏതാണ്? 42ാം ഭേദഗതിയാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ 10ാം പട്ടിക കൂട്ടിച്ചേർത്ത ഭേദഗതി 52ാം ഭേദഗതിയാണ്. 10ാമത്തെ പട്ടിക കൂട്ടിച്ചേർത്തത് ഏത് ഭേദഗതി പ്രകാരമാണ്? 52ാം ഭേദഗതി പ്രകാരമാണ്. അതും ശരിയാണ്. അപ്പോൾ ഏതാണ്? ഓപ്ഷൻ സി ആണ് വരുന്നത്. 2, 3 ശരിയാണ്. ഈ 10ാമത്തെ പട്ടികയിൽ പറയുന്നത് എന്താണ്? കൂറുമാറ്റ നിരോധന നിയമം അല്ലേ. കൂറുമാറ്റ നിരോധന നിയമം 1985 52ാം ഭേദഗതിയിലൂടെയാണ് നടപ്പിലാക്കിയെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പം എന്താ പറഞ്ഞത്? ദേശീയ അടിയന്തരാവസ്ഥ കാലത്ത് ആർട്ടിക്കിൾ 20, 21 എന്നിവ റദ്ദ് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ ഭേദഗതിയാണ് 44ാം ഭേദഗതി. ഇന്ത്യയിൽ ഒരു ഭാഗത്ത് മാത്രമായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുവാനുള്ള അധികാരം രാഷ്ട്രപതിക്ക് നൽകിയ ഭേദഗതിയാണ് 42ാം ഭേദഗതി.
ഇന്ത്യൻ ഭരണഘടനയിൽ 10ാം പട്ടിക കൂട്ടിച്ചേർത്ത ഭേദഗതി 52ാം ഭേദഗതിയാണ്. 44ാം ഭേദഗതി വരുമ്പോൾ ആരായിരുന്നു പ്രധാനമന്ത്രി? 44ാം ഭേദഗതി നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി മൊറാർജി ദേശായിയാണ്. എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്ത ഭേദഗതി ഇതാണ്. 44ാം ഭേദഗതിയാണ് അല്ലേ. 44ാം ഭേദഗതി ആണ് സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്ത ഭേദഗതി. അതുപോലെ 44ാം ഭേദഗതി നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? മൊറാർജി ദേശായിയാണ്. ഇനി മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് ഏത് ഭേദഗതിയാണ്? 42ാം ഭേദഗതി അല്ലേ. 42ാം ഭേദഗതിയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത്. ചെറിയ ഭരണഘടന എന്നറിയപ്പെടുന്നത് ഏത് തന്നെയാണ്? 42ാം ഭേദഗതിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 49 പ്രതിപാദിക്കുന്ന വിഷയം ഏതാണ്? ആർട്ടിക്കിൾ 49 പറയുന്നത് എന്താണ്? ദേശീയ പ്രാധാന്യമുള്ള സ്മാരകങ്ങളുടെയും സ്ഥലങ്ങളുടെയും വസ്തുക്കളുടെയും സംരക്ഷണമാണ്. ആർട്ടിക്കിൾ 49 എന്നാണ് പറയുന്നത് ദേശീയ പ്രാധാന്യമുള്ള സ്മാരകങ്ങളുടെയും സ്ഥലങ്ങളുടെയും വസ്തുക്കളുടെയും സംരക്ഷണത്തെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 49ലാണ്. പ്രധാനപ്പെട്ട കുറച്ച് ആർട്ടിക്കിൾസ് നമുക്ക് നോക്കാം. ആർട്ടിക്കിൾ 48ലാണ് ഗോവധ നിരോധനം മൃഗസംരക്ഷണത്തെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 48ലാണ് ഗോവധ നിരോധനം മൃഗസംരക്ഷണത്തെക്കുറിച്ച് പറയുന്നത്. ആർട്ടിക്കിൾ 48A പരിസ്ഥിതി സംരക്ഷണവും മെച്ചപ്പെടുത്തലും വനങ്ങളുടെയും വന്യജീവികളുടെയും സംരക്ഷണത്തെക്കുറിച്ച് പറയുന്നത്. എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 48A പഠിച്ചു വയ്ക്കുക. പരിസ്ഥിതി സംരക്ഷണവും മെച്ചപ്പെടുത്തലും വനങ്ങളുടെയും വന്യജീവികളുടെയും സംരക്ഷണം. ആർട്ടിക്കിൾ 49 ദേശീയ പ്രാധാന്യമുള്ള സ്മാരകങ്ങളുടെയും സ്ഥലങ്ങളുടെയും വസ്തുക്കളുടെയും സംരക്ഷണം. ആർട്ടിക്കിൾ 50 എക്സിക്യൂട്ടീവിൽ നിന്നും ജുഡീഷ്യറിയെ വേർതിരിക്കൽ. ആർട്ടിക്കിൾ 51 രാജ്യാന്തര സമാധാനത്തിൻ്റെയും സുരക്ഷയുടെയും പ്രോത്സാഹനം. അപ്പോൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞത്? ആർട്ടിക്കിൾ 48 ഗോവധ നിരോധനത്തെക്കുറിച്ച് പറയുന്നു. ആർട്ടിക്കിൾ 48A പരിസ്ഥിതി സംരക്ഷണവും മെച്ചപ്പെടുത്തലും വനങ്ങളുടെയും വന്യജീവികളുടെയും സംരക്ഷണം. ആർട്ടിക്കിൾ 49 ദേശീയ പ്രാധാന്യമുള്ള സ്മാരകങ്ങളുടെയും സ്ഥലങ്ങളുടെയും വസ്തുക്കളുടെയും സംരക്ഷണം. ആർട്ടിക്കിൾ 50 എക്സിക്യൂട്ടീവിൽ നിന്നും ജുഡീഷ്യറിയെ വേർതിരിക്കുക. ആർട്ടിക്കിൾ 51 രാജ്യാന്തര സമാധാനത്തിൻ്റെയും സുരക്ഷയുടെയും പ്രോത്സാഹനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയെ സംബന്ധിച്ച് ഇനി പറയുന്നവയിൽ ഏതാണ് ശരി? പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. 22 അംഗങ്ങളാണ് സമിതിയിലുള്ളത്. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിൽ 22 അംഗങ്ങളാണുള്ളത്. ശരിയാണ്. സർക്കാർ ചിലവുകളുടെ വാച്ച് ഡോഗ് എന്നും ഈ കമ്മിറ്റി അറിയപ്പെടുന്നു അല്ലേ. സർക്കാർ ചിലവുകളുടെ കാവൽക്കാരൻ കാവൽ നായ എന്നൊക്കെ അറിയപ്പെടുന്ന ഏത് തന്നെയാണ്? ഈ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയാണ്. അപ്പോൾ അതും ശരിയാണ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ വരുന്നത് എന്താണ്? സി ആണല്ലേ. 1ഉം 2ഉം ശരിയാണ്. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിൽ 22 അംഗങ്ങളാണ് ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ സർക്കാർ ചിലവുകളുടെ വാച്ച് ഡോഗ് എന്നറിയപ്പെടുന്നതും പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയാണ്. ഇന്ത്യൻ ഗവൺമെന്റിന്റെ വരവും ചെലവും ഓഡിറ്റ് ചെയ്യാൻ പാർലമെന്റ് രൂപീകരിച്ച പാർലമെന്റിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ ഒരു സമിതിയാണ് ഈ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി എന്ന് പറയുന്നത്. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ഇന്ത്യൻ ഗവൺമെന്റിന്റെ വരവും ചെലവും ഓഡിറ്റ് ചെയ്യാൻ പാർലമെന്റ് രൂപീകരിച്ച പാർലമെന്റിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ ഒരു സമിതിയാണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിലുള്ളത്. സമിതിയിൽ 22 അംഗങ്ങളാണുള്ളത്. അതായത് ലോകസഭയിൽ നിന്ന് 15 പേരും രാജ്യസഭയിൽ നിന്നും 7 പേരും. അങ്ങനെ സമിതിയിൽ എത്ര പേരുണ്ട്? 22 പേരാണുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആർട്ടിക്കിൾ 21A ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ആർട്ടിക്കിൾ 21A ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? വിദ്യാഭ്യാസം മൗലികാവകാശമാക്കുന്നത് സംബന്ധിച്ച വ്യവസ്ഥ ഉൾപ്പെടുന്നു. ശരിയാണല്ലോ. വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കുന്നത് സംബന്ധിച്ച വ്യവസ്ഥ ഉൾപ്പെടുന്നത് ഏത് ആർട്ടിക്കിളിലാണ്? 21A. നെക്സ്റ്റ് എന്താണ്? പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധനം. പുകവലി നിരോധനത്തെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 21 പുകവലി നിരോധനത്തെക്കുറിച്ച് പറയുന്നത്. ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം ഏതാണ്? ആർട്ടിക്കിൾ 21 തന്നെയാണ് അല്ലേ. ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നത്. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങളെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ എത്രയാണ്? 29 മുതൽ 30 വരെയാണ് അല്ലേ. 29 മുതൽ 30 വരെയാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങളെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കുന്നത് സംബന്ധിച്ച വ്യവസ്ഥ ഉൾപ്പെടുന്ന ആർട്ടിക്കിൾ 21A.
6-നും 14-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യവും സാർവത്രികവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 21 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധിച്ച ആർട്ടിക്കിൾ ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? ആർട്ടിക്കിൾ 21 ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നതും ഏതിലാണ്? ആർട്ടിക്കിൾ 21 സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങളെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 29 മുതൽ 30 വരെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിഗണിക്കുക. നമുക്ക് ചോദിച്ചിരിക്കുന്നത് തെറ്റായ പ്രസ്താവനയാണ്. കേരള വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട ബിൽ തയ്യാറാക്കുമ്പോൾ കേരള സാമൂഹിക ക്ഷേമ മന്ത്രി KR ഗൗരിയമ്മയായിരുന്നു. ശരിയാണല്ലേ? കേരള വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട ബില്ല് തയ്യാറാക്കുമ്പോൾ കേരള സാമൂഹിക ക്ഷേമ മന്ത്രി ആരാണ്? KR ഗൗരിയമ്മയായിരുന്നു. നിയമസഹായം നൽകിയത് VR കൃഷ്ണയ്യർ, ജസ്റ്റിസ് സുബ്രഹ്മണ്യൻ പോറ്റി എന്നിവരായിരുന്നു. നിയമസഹായം വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട ബില്ലിന് നിയമസഹായം നൽകിയത് ആരൊക്കെയാണ്? VR കൃഷ്ണയ്യറും ജസ്റ്റിസ് സുബ്രഹ്മണ്യൻ പോറ്റി എന്നിവരായിരുന്നു. അതും ശരിയാണ്. ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് 1990 ഓഗസ്റ്റ് 22 തെറ്റാണ്. എന്നാണ് രാഷ്ട്രപതി ഒപ്പുവെച്ചത്? 1995 ഓഗസ്റ്റ് 22. 1995 ഓഗസ്റ്റ് 22 കേരള വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത്. ഓക്കെ, അപ്പോൾ കേരള വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട ബില്ല് തയ്യാറാക്കുമ്പോൾ കേരള സാമൂഹിക ക്ഷേമ മന്ത്രി ആരായിരുന്നു? KR ഗൗരിയമ്മയായിരുന്നു. നിയമസഹായം നൽകിയത് ആരാണ്? VR കൃഷ്ണയ്യറും ജസ്റ്റിസ് സുബ്രഹ്മണ്യൻ പോറ്റി എന്നിവരായിരുന്നു. ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് 1995 ഓഗസ്റ്റ് 22. ദേശീയ വനിതാ കമ്മീഷന്റെ മാതൃകയിൽ 1990 കേരള സംസ്ഥാനത്ത് കേരള വനിതാ കമ്മീഷൻ ബിൽ തയ്യാറാക്കി. 1990 വനിതാ കമ്മീഷൻ ബില്ല് തയ്യാറാക്കിയത്. 1990 1990 കേരള വനിതാ കമ്മീഷൻ നിയമത്തിലെ 5-ാം വകുപ്പ് പ്രകാരം കേരള വനിതാ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടു. അപ്പോൾ 1990 കേരള വനിതാ കമ്മീഷൻ പ്രകാരമാണ് എന്ത് രൂപീകരിക്കപ്പെടുന്നത്? വനിതാ കമ്മീഷൻ നിയമത്തിലെ 5-ാം വകുപ്പ് പ്രകാരമാണ് കേരള വനിതാ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടത്. കേരളത്തിലെ സ്ത്രീകളുടെ അവസ്ഥ മെച്ചപ്പെടുത്താനും സ്ത്രീകളെ ബാധിക്കുന്ന അനാരോഗ്യ കൃത്യങ്ങൾ അതുമൂലമോ സാന്ദർഭികമായ ഉണ്ടാകുന്ന മറ്റു സംഗതികൾ എന്നിവ അന്വേഷിക്കാനുമായാണ് കമ്മീഷൻ രൂപീകരിച്ചത്. വിവിധ വനിതാ സംഘടനകളുടെ നിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൂടിയാണ് ബില്ലിന്റെ കരട് തയ്യാറാക്കിയത്. വിവിധ വനിതാ സംഘടനകളുടെ നിർദ്ദേശങ്ങൾ കൂടി ഉൾക്കൊണ്ടിട്ടുണ്ടായിരുന്നു. 1990 5-ാം വകുപ്പ് പ്രകാരമാണ് കേരള വനിതാ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടത്. 1990 കേരള സംസ്ഥാനത്ത് കേരള വനിതാ കമ്മീഷൻ ബില്ല് തയ്യാറാക്കിയത്. 1995 ഓഗസ്റ്റ് 22 അതിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, WTO ലക്ഷ്യമിടുന്നത് എന്താണ്? വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ലക്ഷ്യമിടുന്നത് എന്താണ്? രാജ്യാന്തര വ്യാപാരം ഉദാരവൽക്കരിക്കുക. ഉദാരവൽക്കരണം അല്ലേ? രാജ്യാന്തര വ്യാപാരം ഉദാരവൽക്കരിക്കുകയാണ് WTO ലക്ഷ്യമിടുന്നത്. എന്താണ് വ്യാപാര സംഘടന എന്ന് വെച്ചാൽ? രാജ്യാന്തര വ്യാപാര നയങ്ങൾ രൂപീകരിക്കുന്നതിനുള്ള ഒരു രാജ്യാന്തര സംഘടനയാണ് ലോക വ്യാപാര സംഘടന. രാജ്യാന്തര വ്യാപാര നയങ്ങൾ രൂപീകരിക്കുന്നതിനായുള്ള ഒരു രാജ്യാന്തര സംഘടനയാണ് ലോക വ്യാപാര സംഘടന. ലോക വ്യാപാര സംഘടന രൂപീകരിക്കാൻ കാരണമായ ഉച്ചകോടിക്ക് വേദിയായ നഗരം ഏതാണ്? മാരക്കേഷ് ആണ്. ലോക വ്യാപാര സംഘടന രൂപീകരിക്കാൻ കാരണമായ ഉച്ചകോടിക്ക് വേദിയായ നഗരം ഏതാണ്? മാരക്കേഷ് ആണ്. WTO വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ രൂപീകരിച്ചത് എവിടെയാണ്? 1995 ജനുവരി 1 ജനീവയിലാണ് അല്ലേ? 1995 ജനുവരി 1 എന്ത് രൂപീകരിക്കുന്നത്? WTO രൂപീകരിക്കുന്ന ആസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? ജനീവയാണ്. ലക്ഷ്യം എന്താണെന്ന് പറഞ്ഞു? രാജ്യാന്തര വ്യാപാരത്തിന് ഉദാരവൽക്കരണമാണ് ലോക വ്യാപാര സംഘടനയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ WTO അതായത് എന്താണ്? ലോക വ്യാപാര സംഘടനയാണ്. രാജ്യാന്തര വ്യാപാര നയങ്ങൾ രൂപീകരിക്കുന്നതിനുള്ള ഒരു രാജ്യാന്തര സംഘടനയാണ് ലോക വ്യാപാര സംഘടന എന്ന് പറയുന്നത്. ലോക വ്യാപാര സംഘടന രൂപീകരിക്കാൻ കാരണമായ ഉച്ചകോടിക്ക് വേദിയായ നഗരം എന്ന് പറയുന്നത് മാരക്കേഷ് ആണ്. WTO രൂപീകരിച്ചത് 1995 ജനുവരി 1 ആസ്ഥാനം ജനീവയാണ്. ലക്ഷ്യമെന്താണ്? രാജ്യാന്തര വ്യാപാരത്തിന് ഉദാരവൽക്കരണമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്ന വർഷം ഏതാണ്? കേരള ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്നത് എന്നാണ്? 2007 ആണല്ലേ? 2007 നിലവിൽ വന്നത്.
കഴിഞ്ഞ WCP എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണല്ലോ അല്ലേ. കേരള ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്നത് 2007 ദേശീയ ദുരന്ത നിവാരണ നിയമം 2005 അനുസരിച്ച് സംസ്ഥാനത്ത് രൂപീകൃതമായ ഏജൻസിയാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. 2007 നിലവിൽ വന്നത്. മുഖ്യമന്ത്രി ചെയർമാനും റവന്യൂ മന്ത്രി വൈസ് ചെയർമാനുമായ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭരണനിർവഹണ സമിതി. അപ്പോൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയും വൈസ് ചെയർമാൻ ആരാണ്? റവന്യൂ മന്ത്രിയുമാണ്. സംസ്ഥാനത്തിൻ്റെ ദുരന്ത നിവാരണ നയം രൂപീകരിക്കുക, പ്രകൃതി ദുരന്ത സാധ്യതയുള്ള മേഖലകൾ നിർണ്ണയിക്കുക, വിവിധ വകുപ്പുകളെ ഉൾപ്പെടുത്തി ദുരന്ത നിവാരണ പദ്ധതികൾ ആസൂത്രണം ചെയ്യുക തുടങ്ങിയവയാണ് അതോറിറ്റിയുടെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ജില്ലകളിൽ ആരാണ് ചെയർമാൻ? കളക്ടർ ആയിരിക്കും. ജില്ലകളിൽ ജില്ലാതല ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ജില്ലാതല ദുരന്ത നിവാരണ കമ്മിറ്റിയുടെ ചെയർമാൻ ചോദിക്കുകയാണെങ്കിൽ ആരാണ്? കളക്ടറാണ് പഠിച്ചു വയ്ക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മഡോണ എന്ന പ്രശസ്ത ചിത്രം വരച്ചത് ആരാണ്? മഡോണ വരച്ചത് റാഫേലാണ്. മഡോണ എന്ന് പറയുന്ന ചിത്രം വരച്ചത് ആരാണ്? റാഫേലാണ്. അപ്പോൾ റാഫേലിൻ്റെ വേറെ എന്തൊക്കെ ചിത്രങ്ങൾ അറിയാം? റാഫേലിൻ്റെ മഡോണ, സ്കൂൾ ഓഫ് ഏതൻസ്, മാരേജ് ഓഫ് ദി വിർജിൻ. മഡോണ എന്നൊക്കെ പറയുന്ന ആരുടേതാണ്? റാഫേലിൻ്റെതാണ്. മഡോണ, സ്കൂൾ ഓഫ് ദി ഏതൻസ്, മാരേജ് ഓഫ് ദി വിർജിൻ. നെക്സ്റ്റ് എന്താണ്? വിൻസെൻ്റ് വാൻഗോഗിൻ്റെ ഏതൊക്കെയാണ്? ദ സൺ ഓഫ് ഫ്ലവേഴ്സ്, ദ സൺഫ്ലവേഴ്സ്, ദ സ്റ്റോറി നൈറ്റ്, ദ പൊട്ടാറ്റോ ഈറ്റേഴ്സ് എന്നിവയൊക്കെ എന്താണ്? വിൻസെൻ്റ് വാൻഗോഗിൻ്റെയാണ്. ദ സൺഫ്ലവേഴ്സ്, ദ സ്റ്റാറി നൈറ്റ്, ദ പൊട്ടാറ്റോ ഈറ്റേഴ്സ്. നെക്സ്റ്റ് പിക്കാസോയുടേതാണ്. ഓൾഡ് ഗിറ്റാറിസ്റ്റ്, ബോയ് വിത്ത് എ പൈപ്പ്, ലേഡി വിത്ത് എ ഫാൻ, ഓൾഡ് ഗിറ്റാറിസ്റ്റ് എന്നിവയൊക്കെ ആരുടേതാണ്? പിക്കാസോയുടേതാണ്. അപ്പോൾ റാഫേലിൻ്റെതാണ് മഡോണ, സ്കൂൾ ഓഫ് ഏതൻസ്, മാരേജ് ഓഫ് ദി വിർജിൻ. വിൻസെൻ്റ് വാൻഗോഗിൻ്റെയാണ് ദ സൺഫ്ലവേഴ്സ്, ദ സ്റ്റാറി നൈറ്റ്, ദ പൊട്ടാറ്റോ ഈറ്റേഴ്സ്. പിക്കാസോ ഏതാണ്? ഓൾഡ് ഗിറ്റാറിസ്റ്റ്, ബോയ് വിത്ത് എ പൈപ്പ്, ലേഡി വിത്ത് എ ഫാൻ. നെക്സ്റ്റ്, പോക്സോ ആക്ട് പ്രകാരം പ്രായപൂർത്തിയാവാത്ത കുറ്റവാളികളെ താൽക്കാലികമായി താമസിപ്പിക്കുന്നത് എവിടെയാണ്? പോക്സോ ആക്ട് പ്രകാരം പ്രായപൂർത്തിയാവാത്ത കുറ്റവാളികളെ താൽക്കാലികമായി താമസിപ്പിക്കുന്നതാണ് ഒബ്സർവേഷൻ ഹോമിലാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 14, 15, 19, 21, 23, 24, 45 വകുപ്പുകൾ കുട്ടികൾക്ക് സംരക്ഷണവും അവകാശങ്ങളും ഉറപ്പുവരുത്തുന്നുണ്ട്. 14 നിയമത്തിന് മുമ്പിലുള്ള സമത്വത്തെക്കുറിച്ചല്ലേ പറയുന്നത്. 14, 15 സ്വാതന്ത്ര്യമാണല്ലേ. 15 പറയുന്നത് എന്താണ്? ജാതി മത ഭേദമന്യേയുള്ള സമത്വത്തെക്കുറിച്ച് പറയുന്നതാണ് 15 അല്ലേ. അപ്പോൾ 14, 15, 19 എന്താണ്? മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് പറയുന്നു. 21 എന്താണ്? ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നു. 23, 24 എന്താണ്? ചൂഷണത്തിനെതിരെയുള്ള അവകാശത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് അല്ലേ. 45 എന്താണ്? 6 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുന്നു. അപ്പോൾ ഈ 14, 15, 19, 21, 23, 24, 45 എന്നീ വകുപ്പുകൾ കുട്ടികൾക്കുള്ള സംരക്ഷണവും അവകാശങ്ങളുമാണ് ഉറപ്പുവരുത്തുന്നത്. ഗൗരവമായ കുറ്റകൃത്യങ്ങൾ ചെയ്ത കുട്ടികളെ പ്രത്യേക സാഹചര്യത്തിൽ താമസിപ്പിക്കുവാനുള്ള സദനമാണ് പ്ലേസ് ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത്. ഗൗരവമായ കുറ്റകൃത്യങ്ങൾ ചെയ്ത കുട്ടികളെ പ്രത്യേക സാഹചര്യത്തിൽ താമസിപ്പിക്കുവാനുള്ള സദനം ഏതാണ്? പ്ലേസ് ഓഫ് സേഫ്റ്റിയാണ്. സർക്കാരിൻ്റെ അംഗീകാരത്തോടെ അത്യാവശ്യ ഘട്ടങ്ങളിൽ താൽക്കാലികമായി കുട്ടികളെ സംരക്ഷിക്കാനുള്ള സദനങ്ങളെയാണ് ഷെൽട്ടർ ഹോമുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷനിൽ പ്ലേസ് ഓഫ് സേഫ്റ്റി ഉണ്ട്, ഷെൽട്ടർ ഹോം ഉണ്ട്, സ്പെഷ്യൽ ഹോം ഉണ്ട് അല്ലേ. അപ്പോൾ ഒബ്സർവേഷൻ ഹോം എന്ന് വെച്ചാൽ എന്താണെന്ന് പറഞ്ഞു? പോക്സോ ആക്ട് പ്രകാരം പ്രായപൂർത്തിയാവാത്ത കുറ്റവാളികളെ താമസിപ്പിക്കുന്നതാണ് ഒബ്സർവേഷൻ ഹോം എന്ന് പറയുന്നത്. പ്ലേസ് ഓഫ് സേഫ്റ്റി എന്ന് വെച്ചാൽ ഗൗരവമായ കുറ്റകൃത്യങ്ങൾ ചെയ്ത കുട്ടികളെ പ്രത്യേക സാഹചര്യത്തിൽ താമസിപ്പിക്കാനുള്ള സദനത്തെയാണ് പ്ലേസ് ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത്. ഇനി എന്താണ് ഷെൽട്ടർ ഹോം എന്ന് വെച്ചാൽ എന്താണ്? സർക്കാരിൻ്റെ അംഗീകാരത്തോടെ അത്യാവശ്യ ഘട്ടങ്ങളിൽ താൽക്കാലികമായി കുട്ടികളെ സംരക്ഷിക്കുവാനുള്ള സദനങ്ങളെയാണ് ഷെൽട്ടർ ഹോമുകൾ എന്ന് പറയുന്നത്. സർക്കാരിൻ്റെ അംഗീകാരത്തോടെ അത്യാവശ്യ ഘട്ടങ്ങളിൽ താൽക്കാലികമായി കുട്ടികളെ സംരക്ഷിക്കുവാനുള്ള സദനങ്ങളെയാണ് ഷെൽട്ടർ ഹോമുകൾ എന്ന് പറയുന്നത്. നിയമവുമായി പൊരുത്തപ്പെടാൻ കഴിയാത്ത കുട്ടികളെ 3 വർഷം വരെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള സദനങ്ങളെയാണ് സ്പെഷ്യൽ ഹോം എന്ന് പറയുന്നത്. നെക്സ്റ്റ്,
ഖേൽരത്ന പുരസ്കാരം ലഭിച്ച മാരിയപ്പൻ തങ്കവേലു ഏത് കായിക ഇനത്തിൽ പ്രശസ്തനാണ്? മാരിയപ്പൻ തങ്കവേലുവിന് എന്ത് ലഭിച്ചിട്ടുണ്ടായിരുന്നു? ഖേൽരത്ന പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഹൈ ജമ്പുകാരനാണ്. ഇന്ത്യയുടെ പാരാലിമ്പിക്സ് താരമാണ് മാരിയപ്പൻ തങ്കവേലു. 2016 ബ്രസീലിലെ റിയോയിൽ നടന്ന പാരാലിമ്പിക്സ് T42 കാറ്റഗറിയിൽ പുരുഷന്മാരുടെ ഹൈ ജമ്പിൽ ഇദ്ദേഹം സ്വർണം നേടിയിട്ടുണ്ടായിരുന്നു. 2016 കാര്യമാണ് പറയുന്നത്. ഇന്ത്യയിലെ പരമോന്നത കായിക ബഹുമതിയാണ് ഖേൽരത്ന പുരസ്കാരം. 1992 മുതൽ 2021 ഓഗസ്റ്റ് വരെ ഈ അവാർഡിന് രാജീവ് ഗാന്ധി ഖേൽരത്ന എന്നായിരുന്നു പേര്. 2023 അതിനെ മേജർ ധ്യാൻ ചന്ദ് ഖേൽരത്ന അവാർഡാക്കിയിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്? എന്താണ്? മാരിയപ്പൻ തങ്കവേലു ഹൈ ജമ്പിലാണ് പ്രശസ്തനെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ 2014 ബ്രസീൽ റിയോയിൽ നടന്ന പാരാലിമ്പിക്സ് T42 കാറ്റഗറിയിൽ അദ്ദേഹത്തിന് ഹൈ ജമ്പിൽ സ്വർണം നേടിയിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് എന്താണ്? IRDP, NREP, RLEGP തുടങ്ങിയ സർക്കാർ പദ്ധതികൾ അവതരിപ്പിച്ച പഞ്ചവത്സര പദ്ധതികൾ ഏതൊക്കെയാണ്? IRDP, NREP, RLEGP തുടങ്ങിയ സർക്കാർ പദ്ധതികൾ അവതരിപ്പിച്ച പഞ്ചവത്സര പദ്ധതികൾ ഏതാണ്? 6ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടാണല്ലേ. 6ാം പഞ്ചവത്സര പദ്ധതിയിലാണ് IRDP, NREP, RLEGP തുടങ്ങിയ സർക്കാർ പദ്ധതികൾ അവതരിപ്പിച്ചത്. 6ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം 1980 മുതൽ 85 വരെയാണ്. 1980 മുതൽ 85 വരെയാണ് 6ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം അല്ലേ. നമുക്കറിയാം 1951 പഞ്ചവത്സര പദ്ധതി ആരംഭിക്കുന്നത്. 5 വർഷ കാലയളവാണ് നൽകിയിട്ടുള്ളത്. എന്നാൽ ചെറിയ ഗ്യാപ്പുകൾ വരുന്നുണ്ട് അല്ലേ. പ്ലാൻ ഹോളിഡേയും ആനുവൽ ഇയർ പ്ലാനൊക്കെ ആയിട്ടാണ്. നെക്സ്റ്റ് എന്താണ്? 6ാം പഞ്ചവത്സര പദ്ധതി പ്രധാനമായും മുൻതൂക്കം നൽകിയിരുന്നത് തൊഴിൽ മേഖലയ്ക്കാണ് മുൻതൂക്കം നൽകിയിട്ടുണ്ടായിരുന്നത്. നബാർഡ് സ്ഥാപിതമായത് എന്നാണ് ചോദിക്കാറുണ്ട്. നബാർഡ് സ്ഥാപിതമായത് 1982 ജൂലൈ 12-നാണ് നബാർഡ് സ്ഥാപിതമായത്. 1982 ജൂലൈ 12-നാണ് സ്ഥാപിതമായത്. ജനസംഖ്യ നിയന്ത്രിക്കാനായി കുടുംബാസൂത്രണം നടപ്പിലാക്കിയതും ഇതേ കാലയളവിലാണ്. ലക്ഷ്യം വെച്ച് 5.2%-ത്തേക്കാൾ 5.7% വളർച്ചാ നിരക്ക് കൈവരിച്ച 6ാം പദ്ധതി വൻ വിജയമാണ് വിലയിരുത്തുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. തന്നിരിക്കുന്ന സംഭവങ്ങളെ കാലഗണനാക്രമത്തിൽ ശരിയായി എഴുതുക. സിംല കോൺഫറൻസ് എന്നാണ്. സിംല കോൺഫറൻസ് 1945-ലാണ് സിംല കോൺഫറൻസ്. 1945. ഇനി പൂന കരാർ എന്നാണ്. പൂന കരാർ 1932 അല്ലേ. പൂന കരാർ 1932. റൗളത്ത് നിയമം 1919 ഗാന്ധി ഇർവിൻ ഉടമ്പടി ഏത് സമയത്താണ്? 1932 തന്നെയല്ലേ. 1932 ഗാന്ധി ഇർവിൻ ഉടമ്പടി നടന്നത്. ഓക്കെ. അപ്പോൾ നമുക്കിത് കാലഗണനാ ക്രമത്തിൽ എഴുതുമ്പോൾ നമുക്ക് ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഫസ്റ്റ് വരുന്നത് 3ാമത്തെ റൗളത്ത് നിയമമാണ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് എന്താണ്? ഗാന്ധി ഇർവിൻ ഉടമ്പടിയാണ്. പിന്നെയാണ് പൂന കരാർ വരുന്നത്. പിന്നെയാണ് സിംല കോൺഫറൻസ് വരുന്നത്. പ്രധാനപ്പെട്ട ഇയേഴ്സ് നോക്കിപ്പോയാലോ. ചമ്പാരൻ സത്യാഗ്രഹ 1917 ചമ്പാരൻ സത്യാഗ്രഹ. അഹമ്മദാബാദ് തുണി മിൽ സമരം 1918 1918 തന്നെയാണ് കേദാ കർഷക സമരവും നടന്നത്. 1918 തന്നെയാണ് കേദാ കർഷക സമരം നടന്നത്. റൗളത്ത് നിയമം, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല, ഖിലാഫത്ത് പ്രസ്ഥാനം എന്നിവയൊക്കെ എന്നാണ്? 1919 റൗളത്ത് നിയമം, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല, ഖിലാഫത്ത് പ്രസ്ഥാനം 1959 നിസ്സഹകരണ പ്രസ്ഥാനം എന്നാണ്? 1920 ചൗരി ചൗര സംഭവം 1922. സ്വരാജ് പാർട്ടി 1923. സൈമൺ കമ്മീഷൻ റിപ്പോർട്ടിലെ 1927 28 എന്തൊക്കെയാണ്? നെഹ്റു റിപ്പോർട്ടും ബർദോളി സത്യാഗ്രഹവും 1928. സിവിൽ നിയമലംഘന പ്രസ്ഥാനം 1930. ഓക്കെ. അപ്പോൾ ഇതുവരെ നമുക്ക് നോക്കാം. 1917 ചമ്പാരൻ സത്യാഗ്രഹം നടക്കുന്നത്. 18 അഹമ്മദാബാദ് തുണി മിൽ സമരവും കേദാ കർഷക സമരവും. ഇനി 19 റൗളത്ത് നിയമവും, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല, ഖിലാഫത്ത് പ്രസ്ഥാനം എന്നിവ. നിസ്സഹകരണ പ്രസ്ഥാനം 1920. ചൗരി ചൗര സംഭവം 1922. സ്വരാജ് പാർട്ടി 1923. സൈമൺ കമ്മീഷൻ 1927. നെഹ്റു റിപ്പോർട്ട് 1928. ബർദോളി സത്യാഗ്രഹം 1928. സിവിൽ നിയമലംഘന പ്രസ്ഥാനം 1930.
ഇനി വട്ടമേശ സമ്മേളനങ്ങൾ എന്തൊക്കെയാണ് നടന്നത്? 3 വട്ടമേശ സമ്മേളനം ഉണ്ടായിരുന്നു. 30, 31, 32 കാലയളവിലാണ് വട്ടമേശ സമ്മേളനങ്ങൾ നടന്നത്. ഗാന്ധി ഇർവിൻ ഉടമ്പടി എന്നാണ് 1932 ഗാന്ധി ഇർവിൻ ഉടമ്പടി. കമ്മ്യൂണൽ അവാർഡും 1932 പൂന കരാറും 1932 അപ്പോൾ 1932 3 സംഭവങ്ങളുണ്ട്. ഇതൊക്കെയാണ് ഗാന്ധി ഇർവിൻ ഉടമ്പടി, കമ്മ്യൂണൽ അവാർഡ്, പൂന കരാർ. പിന്നെ എന്താണ് 3ാമത്തെ വട്ടമേശ സമ്മേളനം നടന്നത്? ഇനി ഓഗസ്റ്റ് വാഗ്ദാനം 1940 ഓഗസ്റ്റ് വാഗ്ദാനം. 42 ക്രിപ്സ് മിഷൻ അല്ലേ? 42 ക്രിപ്സ് മിഷൻ. വേവൽ പദ്ധതി, അതുപോലെ തന്നെ സിംല കോൺഫറൻസ് 45 1945 വേവൽ പദ്ധതിയും സിംല കോൺഫറൻസും. നാവിക കലാപം, ക്യാബിനറ്റ് മിഷൻ എന്നിവ 1946 നാവിക കലാപം, ക്യാബിനറ്റ് മിഷൻ എന്നിവ 1946 ആറ്റ്ലി പ്രഖ്യാപനം, മൗണ്ട് ബാറ്റൺ പദ്ധതി 1947 ആറ്റ്ലി പ്രഖ്യാപനം, മൗണ്ട് ബാറ്റൺ പദ്ധതി 1947 ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. 2ാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ഉപദേഷ്ടാവായിരുന്ന ദേശീയ നേതാവാണ് മദൻ മോഹൻ മാളവ്യ. ശരിയാണല്ലോ. 2ാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ഉപദേഷ്ടാവായിരുന്നു മദൻ മോഹൻ മാളവ്യ ആയിരുന്നു ദേശീയ നേതാവ് എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് എന്താണ്? സിവിൽ നിയമലംഘന പ്രസ്ഥാനം നിർത്തിവെക്കാൻ കാരണമായ ഉടമ്പടി ഗാന്ധി ഇർവിൻ ഉടമ്പടിയാണ്. ശരിയാണ്. സിവിൽ നിയമലംഘന പ്രസ്ഥാനം നിർത്തിവെക്കുവാൻ കാരണമായ ഉടമ്പടി ഏതാണ്? ഗാന്ധി ഇർവിൻ ഉടമ്പടിയാണ്. അത് രണ്ടും ശരിയാണ്. 2ാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജി പങ്കെടുക്കാൻ കാരണമായ ഉടമ്പടിയാണ് ഈ ഗാന്ധി ഇർവിൻ ഉടമ്പടി. ഗാന്ധി ഇർവിൻ ഉടമ്പടി നടന്ന വർഷം 1931 മാർച്ച് 5 ഗാന്ധി ഇർവിൻ ഉടമ്പടി നടന്നത്. 1931 മാർച്ച് 5 രണ്ട് വിഭാഗങ്ങളുടെയും വിജയമെന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഗാന്ധി ഇർവിൻ ഉടമ്പടിയെയാണ്. 2 വിഭാഗങ്ങളുടെയും വിജയമെന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. 2ാം വട്ടമേശ സമ്മേളനം പറഞ്ഞു 1931 സെപ്റ്റംബർ 7 മുതലാണ് ആരംഭിച്ചത്. 2ാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജി പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിനോടൊപ്പം സരോജിനി നായിഡും മദൻ മോഹൻ മാളവ്യയും ഉണ്ടായിരുന്നു. 1ഉം 2ഉം വട്ടമേശ സമ്മേളന സമയത്തെ ബ്രിട്ടീഷ് വൈസ്രോയി ആരാണ്? വില്ലിംഗ്ടൺ പ്രഭുവാണ്. 2ാം വട്ടമേശ സമ്മേളനത്തിൽ തിരുവിതാംകൂറിനെ പ്രതിനിധാനം ചെയ്തത് ആരാണ്? ടി രാഘവയ്യാണ്. ഇനി എല്ലാ വട്ടമേശ സമ്മേളനത്തിലും പങ്കെടുത്ത ഏക വനിത ആരാണ്? ബീഗം ജഹാനര ഷാനവാസ് ആണെന്നും പഠിച്ചു വയ്ക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ജൂലൈ 14 ഫ്രഞ്ച് ദേശീയ ദിനമായി ആചരിക്കുന്നതിന് കാരണമായ സംഭവം എന്താണ് ജൂലൈ 14 ഫ്രഞ്ച് ദേശീയ ദിനമായിട്ട് ആചരിക്കാൻ കാരണം? ബാസ്റ്റിൽ ജയിലിൻ്റെ തകർച്ചയായിരുന്നു. എന്നാണ് തകർന്നത്? 1789 ജൂലൈ 14 എന്ത് തകർന്നത്? ബാസ്റ്റിൽ ജയിൽ പതിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം.